ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പെണ്ണുങ്ങൾക്ക് സ്കിൻ കെയർ റൂട്ടീൻ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ മനസ്സിൽ ഓടി വരുന്ന സംഭവം എന്താ? മുഖം കഴുകുക എന്നുള്ളതാണ്, ഫേസ് വാഷ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ പണ്ടത്തെ ആൾക്കാരെന്നൊക്കെ പറയുന്നത് കിച്ചണിൽ നിന്ന് കിട്ടുന്ന നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഫേസ് വാഷ് ചെയ്തിരുന്നത്. പിന്നീട് സോപ്പ് ഉപയോഗിക്കാൻ തുടങ്ങി. സോപ്പ് ഉപയോഗിക്കുമ്പോഴും നമുക്കറിയില്ല അത് എന്ന് വെച്ചാൽ പണ്ടും ഫേസ് വാഷ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ സോപ്പ് ഉപയോഗിക്കുമ്പോൾ ഏത് തരത്തിലുള്ള സോപ്പ് ഉപയോഗിക്കണം? നമ്മൾ സാധാരണ കുളിക്കാൻ മുമ്പ് ആ സോപ്പ് തന്നെയാണ് മുഖത്ത് ഇട്ടിട്ട് ഒരക്കലും അങ്ങനെയാണ് ഫേസ് വാഷ് ഒക്കെ ചെയ്തിരുന്നത്. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ കുറേ കിച്ചണിൽ നിന്ന് കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ സോപ്പൊക്കെ വെച്ചിട്ട് നമ്മൾ ഒരുവിധം മിക്ക ആൾക്കാരൊക്കെ നമ്മൾ ഈ സോപ്പ് വെച്ചിട്ട് മുഖം കഴുകിയിട്ടൊക്കെ ഉണ്ട്. ഇല്ലാത്തവരാണെങ്കിൽ നുണയാണ് അത് പറയുന്നത്. പിന്നീടാണ് ഈ ഒരു ഫേസ് വാഷ് വന്ന് തുടങ്ങിയത്. ആദ്യമേ ഉണ്ടായിരുന്നു, പക്ഷെ അതിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് പിന്നീട് മനസ്സിലായത്. അത് നമ്മൾക്ക് ഓരോരോ ഘട്ടം വരുമ്പോഴാണല്ലോ മനസ്സിലാവണം ഫേസ് വാഷ് വെച്ചിട്ട് വേണം നമ്മുടെ ഫേസ് വാഷ് ചെയ്യണം എന്നുള്ളത്. ഇനി ഫേസ് വാഷ് എന്ന് പറയുന്നത് മാർക്കറ്റിൽ ഒരുപാട് ഫേസ് വാഷ് ഇറങ്ങിയിട്ടുണ്ട്. അതിൽ കെമിക്കൽ ഉള്ളതുമുണ്ട്, ഇല്ലാത്തതും ഉണ്ട്. അപ്പോൾ അതിൽ നാച്ചുറൽ ആയിട്ടുള്ള വിധത്തിലുള്ള ഫേസ് വാഷ് ചൂസ് ചെയ്യുക എന്ന് പറയുന്നത് അത് വലിയൊരു ടാസ്ക് തന്നെയാണ്. ഞാൻ മിക്കതും മാമ എർത്തിൻ്റെ ബ്രാൻഡിൻ്റെ തന്നെയാണ് കേട്ടോ ഞാൻ എല്ലാം പ്രോഡക്റ്റ് യൂസ് ചെയ്യണം. കാരണം മാമ എർത്ത് ബ്രാൻഡ് പുതിയതായിട്ട് കേൾക്കണവർക്ക് വേണ്ടിയിട്ടാണ്. ഇതൊരു നാച്ചുറൽ ബ്രാൻഡാണ്. നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. അതും ഇന്ത്യൻ ബ്രാൻഡാണ്. നമുക്ക് കുട്ടികൾക്ക് വരെ ധൈര്യമായിട്ട് വിശ്വസിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബ്രാൻഡും കൂടിയാണ്. ഇനി ബ്രാൻഡ് അവിടെ നിൽക്കട്ടെ, ബ്രാൻഡിൽ എന്താണ് ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവം എന്ന് പറയുന്നത്, ഞാൻ മേടിച്ചിരിക്കുന്നത് ഫേസ് വാഷ് തന്നെയാണ്. അത് അലോവേറ ജെല്ലും അതുപോലെ തന്നെ ഗ്ലിസറിങ്ങും അടങ്ങിയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ വെച്ചിട്ടുള്ള ഒരു ഫേസ് വാഷ്. ഇനിയിപ്പോൾ അലോവേറ ജെൽ ഇതും നാച്ചുറൽ തന്നെയാണ്. ഇത് ഞാൻ കുറേ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. കുറേ ചെടിച്ചട്ടി നോക്കുകയാണെങ്കിൽ ഒരു 5-10 അലോവേറ ജെൽ. പക്ഷെ പണ്ടൊക്കെ നമുക്ക് സമയം ഉണ്ടായിരുന്നു. അത് എടുക്കുക, അതിൻ്റെ മുള്ള് കളയുക, പ്ലംപ്പ് എടുക്കുക, അത് മുഖത്തൊക്കെ തേക്കുക. അത് നമ്മുടെ മുഖത്ത് മാത്രമല്ല സ്കിന്നിനും അതേപോലെ തന്നെ ഹെയറിനും ഒരേപോലെ എഫക്റ്റ് തരുന്നതാണ് ഈ ഒരു അലോവേറ ജെൽ എന്ന് പറയുന്നത്. സമയമുള്ളവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഒരു ഭാഗത്തേക്ക് പോവുക. അല്ലാത്തവർക്ക്, സമയമില്ലാത്തവർക്കാണെങ്കിൽ ഈ ഒരു ഫേസ് വാഷ് നല്ലതായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ അലോവേറ പ്ലംപ്പ് വെച്ചിട്ട് നമുക്ക് ഫേസ് വാഷ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒറ്റയ്ക്ക് വെച്ച് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ കൂടെ ഗ്ലിസറിൻ കൂടി ആഡ് ചെയ്തിട്ടുള്ള ഒരു നമുക്ക് ടെസ്റ്റർ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ, ആ ഒരു മിക്സ്ചർ വെച്ചിട്ട് നമുക്ക് ഫേസ് വാഷ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് എന്ന് പറയുമ്പോൾ വേറെ ഒന്നും തന്നെയില്ല. കാരണം സ്കിന്നൊക്കെ നല്ല എന്താ പറയുക, അഴുക്കൊക്കെ നന്നായിട്ട് പോകും. അതുപോലെ നല്ല സോഫ്റ്റ്, നല്ല മോയ്സ്ചറൈസർ ആയിട്ട് ഇരിക്കും. ഇനി ഇതേ സെയിം ഇൻഗ്രീഡിയൻറ്റ് തന്നെ നമുക്ക് DIY ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു മാമ എർത്തുകാർ ഇങ്ങനെ ഒരു ഫേസ് വാഷ് ഇറക്കിയിട്ടുള്ളത്. ഇതിൽ മെയിൻ എന്ന് പറയുന്നത് ഈ ഒരു അലോവേറ ജെല്ലും അതുപോലെ തന്നെ ഗ്ലിസറിങ്ങുമാണ്. ഇത് രണ്ടും നാച്ചുറൽ തന്നെയാണ്. ഇപ്പോൾ അലോവേറ ജെല്ലിൻ്റെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. സ്കിന്നിനും ഹെയറിനും ഒരേപോലെ എഫക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇനി അതേപോലെ തന്നെ ഗ്ലിസറിൻ്റെ ഗുണം എന്ന് പറയാനായിട്ട് നമ്മുടെ ഏറ്റവും മെയിൻ സ്കിന്നിന് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതിപ്പോൾ നിങ്ങൾ ഒരുവിധം സോപ്പുകൾ നിങ്ങൾ വീട്ടിൽ മേടിക്കുമ്പോൾ അതിൻ്റെ ബാക്കിൽ തന്നെ എഴുതിയിട്ടുണ്ടാകും. ചില സോപ്പുകളൊക്കെ ഗ്ലിസറിൻ ഉള്ളത്, അങ്ങനത്തെ സോപ്പുകളൊക്കെ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് സ്കിന്നിന് യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ബോഡിക്കൊക്കെ നമ്മൾ സോപ്പ് തന്നെയല്ലേ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊക്കെ സ്കിന്നിന് നല്ല എഫക്റ്റീവ് ആയിരിക്കും. ഇനി ഗ്ലിസറിൻ എന്ന് പറയുന്ന സംഭവം എന്ന് പറയുമ്പോൾ കൂടുതൽ ഹൈഡ്രേറ്റ് ചെയ്യാനും മോയ്സ്ചറൈസർ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്ലിസറിൻ്റെ മെയിൻ എഫക്റ്റ് എന്ന് പറയുന്നത്. ഗ്ലിസറിൻ നമുക്ക് ഡയറക്റ്റ് ഇപ്പോൾ മെഡിക്കൽ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അത് ഒറ്റയ്ക്ക് മേടിക്കാൻ കിട്ടും. പക്ഷെ അങ്ങനെ മേടിച്ച് കഴിഞ്ഞാൽ അത് ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ കൂടെ ഡൈല്യൂട്ട് ചെയ്തിട്ടെന്ന് വെച്ചാൽ ഇപ്പോൾ വല്ല റോസ് വാട്ടറോ അല്ലെങ്കിൽ ഗ്ലിസറിൻ കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒരിക്കലും ഡയറക്റ്റ് അപ്ലൈ ചെയ്യരുത്. ഡൈല്യൂട്ട് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഒന്നുകൂടി അത് ഗ്ലിസറിൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഫേസ് വാഷിൽ യൂസ് ചെയ്യാം, അതുപോലെ ടോണറായിട്ട് യൂസ് ചെയ്യാം, ക്ലെൻസറായിട്ട് യൂസ് ചെയ്യാം. അതിൻ്റെയൊക്കെ ഗുണം എന്ന് പറയുമ്പോൾ വലിയ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് അത് DIY പോലെ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഇങ്ങനൊരു ഫേസ് വാഷ്. ഇനിയിപ്പോൾ ഈ ഒരു ഫേസ് വാഷ് ആർക്കൊക്കെ യൂസ് ചെയ്യാം, ഏത് സ്കിൻകാർക്ക് യൂസ് ചെയ്യാം? നോർമൽ ടു സെൻസിറ്റീവ് സ്കിൻകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. നാച്ചുറലാണ്. നമുക്ക് ഗ്ലിസറിൻ എന്ന് പറയണത് എത്ര ഹാർഷായിട്ടുള്ള സ്കിന്നായാലും, എത്ര പിമ്പിൾസ് ഉള്ള സ്കിന്നിങ്ങനെ പൊട്ടിയിട്ട് പൊട്ടിയിട്ടൊക്കെ ഭയങ്കര ഇതായിട്ട് നമുക്ക് ഭയങ്കര വേദനയായിരിക്കും കേട്ടോ. ആ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും എനിക്കങ്ങനെ പിമ്പിൾസ് വരാറില്ല, പക്ഷെ എൻ്റെ മോനുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു പിമ്പിൾ വരുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് പറയാം. പക്ഷേ
ഗ്ലിസറിൻ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ആ ഒരു ഗ്ലിസറിൻ ഇതിലടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫേസിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു സെൻസിറ്റീവ് സ്കിൻകാർക്ക് പോലും ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ എല്ലാം സ്കിൻകാർക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇനി ഇത് മെയ്ഡ് സേഫാണ്, അതുപോലെ തന്നെ സോപ്പ് ഫ്രീ ആണ്, ഫ്രഗ്രൻസ് ഒന്നും തന്നെ ഇല്ല. ഇത് 150 ml ഒരു പ്രൊഡക്റ്റാണ് വരുന്നത്. അത്യാവശ്യം നല്ല വലിപ്പത്തിലുണ്ട്. ഇനി ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളും ഇത് ഏതാ സംഭവം അതിന് മുന്നേ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാൻ ഇത് ഒരെണ്ണം മേടിച്ചപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ട് കൊണ്ടാണ് വീണ്ടും ഇപ്പോൾ രണ്ടാമത്തെ മേടിച്ചത് കേട്ടോ. 2 എണ്ണം മേടിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം കഴിയാറായി തുടങ്ങി. ഇപ്പോൾ ഇതില്ലാണ്ട് പറ്റാണ്ടിരിക്കാത്ത ഒരു അവസ്ഥയായിട്ടോ. അതാണ് ഇപ്പോൾ വീണ്ടും ഇതിൻ്റെ പാക്ക് ഞാൻ പൊട്ടിച്ചിട്ട് പോലും ഇല്ല. ഇത് ഓൾറെഡി ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം എന്താണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ പാക്കിംഗ് ഒക്കെ എന്ന് പറയുമ്പോൾ ഇത് ഇതേപോലെയാണ് വരുന്നത്. ഇതിൻ്റെ ഈ ഒരു പോർഷനിൽ ടോപ്പ് പോർഷനിൽ ഇങ്ങനെ പ്ലാസ്റ്റിക്കിൽ റാപ്പ് ചെയ്തിട്ട് നന്നായി കവർ ചെയ്തിട്ടാണ് വരുന്നത്. അതുകൊണ്ട് സേഫാണ് നമുക്ക് വീട്ടിലെത്താൻ വേണ്ടിയിട്ട്. ഇനി ഇത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ടിക്ക് ഇങ്ങനെ ഒരു ശബ്ദം വരുമ്പോൾ അത് ലോക്കായിട്ട് അത് തുറക്കുമ്പോൾ ഓപ്പണായി. ഇനി ഇതിൻ്റെ ഉള്ളിലത്തെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര ട്രാൻസ്പെറൻറ്റ് ജെല്ലി ടൈപ്പായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് വരുന്നത്. നമുക്ക് സാധാരണ ഫേസ് വാഷ് പോലെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ഒരു ജെൻറ്റൽ മസാജൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു അങ്ങനെ ഫ്രഗ്രൻസ് എന്നൊന്നും പറയില്ല, പക്ഷെ നമുക്കൊരു ഹൈഡ്രേറ്റ് പോലെ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടും. ശരിക്കും ആ ഒരു നമ്മൾ അലോവേര നമ്മൾ പുറത്തുനിന്ന് മുറിച്ച് അതിൻ്റെ പ്ലംപ്പൊക്കെ എടുത്തിട്ട് നമ്മൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യില്ലേ, ആ ഒരു ഫീലിംഗ് ആണ് കേട്ടോ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ. ചെറിയ ഒരു തണുപ്പ് പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല പിന്നെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുമ്പോൾ തന്നെ ആ ഗ്ലിസറിനും അതുപോലെ ഗ്ലിസറിൻ അലോവേര ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് വരുമ്പോൾ ആ ഒരു എഫക്റ്റ് നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അത് നല്ലൊരു മസാജിങ് കൊടുക്കണം. അത് ഫേസ് വാഷ് എന്ന് പറയുമ്പോൾ നോർമൽ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ മസാജ് ചെയ്ത് വിടുന്ന പോലെയല്ല കേട്ടോ. ഇതൊരു 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടും. അത് എൻ്റെ മൂക്കിൻ്റെ ഗ്യാപ്പിലും എല്ലായിടത്തും ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൊരു റിസൾട്ട് കണ്ടേ എന്ത് ഭംഗിയാണ്. എന്ത് ഭംഗി എന്നല്ല, ഒരു ഭയങ്കര സ്കിന്നൊക്കെ ഭയങ്കര സോഫ്റ്റ്, ഭയങ്കര ഇത് ഹൈഡ്രേഷൻ ആ ഒരു രീതിയിലാണ് കേട്ടോ സോഫ്റ്റായിട്ട് ഫീൽ ചെയ്യണം നമ്മുടെ സ്കിന്നൊക്കെ തൊടുമ്പോൾ. ഞാൻ കൂടുതൽ എപ്പോഴും സ്കിൻ കെയറിൻ്റെ ആ ഒരു ഇതിലേക്കാണ് ഞാൻ കൂടുതൽ. മേക്കപ്പിൻ്റെ കാര്യത്തിൽ എനിക്ക് അത്രയ്ക്ക് വലിയ താല്പര്യം. നമ്മുടെ സ്കിന്നൊക്കെ പിമ്പിൾസ് ഇല്ലാണ്ടിരിക്കുക, എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് നമ്മുടെ സ്കിന്നൊക്കെ കൊണ്ടുപോകാനായിട്ട് എപ്പോഴും സ്കിൻ കെയർ റൂട്ടീൻ അത് ഫോളോ ചെയ്യണം. അതിൻ്റെ ഏറ്റവും മെയിൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫേസ് വാഷ് തന്നെയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫേസ് മോയ്സ്ചറൈസറോ എന്ത് വേണമെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവരെ മാമ-എർത്തിൻ്റെ തന്നെ അവർ മോയ്സ്ചറൈസർ തന്നെ വരുന്നുണ്ട് കേട്ടോ സെപ്പറേറ്റ് ആയിട്ട്. അപ്പോൾ ഇത് ഭയങ്കര ഒരു എഫക്റ്റീവ്. പിന്നെയെന്ന് പറയുന്നത് ഗ്ലിസറിൻ്റെ മെയിൻ എഫക്റ്റിനെ കുറിച്ച് പറഞ്ഞു. ഇത് കൂടാണ്ട് ഗ്ലിസറിൻ എന്ന് പറയുമ്പോൾ ഒരു ആൻറ്റി ഏജൻറ്റ് പ്രോപ്പർട്ടിയും കൂടി ഉണ്ട് കേട്ടോ. അത് മെയിനായിട്ട് എടുത്ത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഗ്ലിസറിനാണ് നമുക്ക് നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്തിട്ട് മോയ്സ്ചറൈസർ ലോക്ക് ചെയ്ത് വെക്കുന്ന ഒരു സംഭവം. എപ്പോഴും ഇങ്ങനെ ഹൈഡ്രേറ്റ് ചെയ്ത് മോയ്സ്ചറൈസർ ചെയ്ത് ഇങ്ങനെ നിൽക്കുന്ന ഒരു സംഭവമാണെങ്കിൽ പിന്നെ ഈ ചുളിവ്, പിമ്പിൾസ് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും വരില്ല. നമ്മുടെ സ്കിൻ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരുന്നാൽ മതി. പിന്നെ ഭാവിയിൽ വരുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇത് നമുക്ക് ഈ റിങ്കിൾസ് വരാം അല്ലെങ്കിൽ പിമ്പിൾസ് വരാമെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ സ്കിൻ ക്ലീൻ ആവാത്ത കാരണം അല്ലെങ്കിൽ കുറേയൊക്കെ നമുക്ക് ഫുഡിൽ നിന്ന് വരുന്ന കാരണങ്ങൾ. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മളൊക്കെ ചെയ്യുക. നന്നായിട്ട് വെള്ളം കുടിക്കുക, അതുപോലെ ഭക്ഷണം നന്നായിട്ട് കഴിക്കുക, നല്ല ഹൈജീനിക് ആയിട്ടുള്ള ഭക്ഷണം, അതും ജങ്ക് ഫുഡൊന്നും ഒക്കെ ഒഴിവാക്കുക. അതുപോലെ പുറമേ നിന്ന് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വയ്ക്കുക എന്നുള്ളത്. ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഭാവിയിൽ വരുന്ന ആ ഒരു വ്രിങ്കിൾസ്, പിമ്പിൾസ്, പിഗ്മെൻറ്റേഷൻസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഫേസ് വാഷ് മെയിനായിട്ട് ഇപ്പോൾ തന്നെ യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം നന്നായിട്ട് വയസ്സായിട്ടൊക്കെ ഉണ്ട് കേട്ടോ. 4 കുട്ടികളുടെ അമ്മയാണ്. അപ്പോൾ അതാ ഇത് ഒരെണ്ണം ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞത് ഒരെണ്ണം ഞാനിപ്പോൾ മേടിച്ചു. ഇനി ഇതിൻ്റെ ബാക്കിലത്തെ ഇൻഗ്രീഡിയൻസ് ഏതാണെന്നുള്ളതൊക്കെ ഞാനിവിടെ സ്ക്രീൻ ഷോട്ട് ഇടാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് അത് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അതിൽ വരുന്നത് പറയുമ്പോൾ ഡയറക്ഷൻ യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ പോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കാണാൻ പറ്റും. പിന്നെ ഡയറക്ഷൻ യൂസ് ചെയ്യുന്ന ഡയറക്ഷൻ ഒന്നും നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അത് കൂടാണ്ട് മാമ-എർത്ത് എന്ന് പറയുമ്പോൾ ഇതൊരു പ്ലാസ്റ്റിക് പോസിറ്റീവ് ആണ് കേട്ടോ. ഇവർ പ്രൊഡക്ഷൻ ചെയ്യണേക്കാളും കൂടുതൽ ഇവർ റീസൈക്കിൾ ചെയ്യണം, അതന്നെ വലിയൊരു കാര്യം തന്നെ. പിന്നെ നമ്മൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ
ഓർഡർ എങ്ങനെ ചെയ്യുക അറിയോ? അത് ഓർഡർ ചെയ്യാനൊന്നുമല്ല കേട്ടോ. ഇത് ഒരുവിധം എല്ലാം ഓൺലൈൻ സൈറ്റിൽ കിട്ടും. ഇപ്പോൾ ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക, പേർപ്പിൾ അങ്ങനെ ഒരുവിധം എല്ലാം വെബ്സൈറ്റിൽ എല്ലാം ഓൺലൈൻ ഷോപ്പിങ്ങിൽ കിട്ടും. ഇത് കൂടാണ്ട് ഇവർക്ക് സ്വന്തമായിട്ടുള്ള വെബ്സൈറ്റും അതുപോലെ തന്നെ ആപ്പും ഉണ്ട്. ഈ 2 ആപ്പിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും. ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയാനായിട്ട് ഇപ്പോൾ 399 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. പക്ഷേ ഈ റേറ്റ് ഒന്നും നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ ഇവരെ സ്വന്തമായിട്ടുള്ള ആപ്പും അതുപോലെ തന്നെ വെബ്സൈറ്റിൽ ഈ രണ്ടിലും പോയി കഴിഞ്ഞാൽ നമുക്ക് ഡിസ്കൗണ്ട് കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു 15 or 20% ഡിസ്കൗണ്ട് അങ്ങോട്ട് കിട്ടും കേട്ടോ. ആ കൂപ്പൺ കോഡ് ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കാം. ആ കൂപ്പൺ കോഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതൊരു സംഭവം തന്നെയല്ല കേട്ടോ, മാമ എർത്തിൻ്റെ ഏതൊരു പ്രൊഡക്റ്റും പർച്ചേസ് ചെയ്താലും ആ ഒരു ഡിസ്കൗണ്ട് കിട്ടും. പക്ഷേ ഇത് ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക, പർപ്പിളിൽ കിട്ടിയാലും അതിൽ ഈ ഒരു കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് ഒന്നും കിട്ടില്ല. കാരണം ഇവരുടെ വെബ്സൈറ്റും ആപ്പിൽ മാത്രമേ കിട്ടുള്ളൂ. അതെന്ന് പറയുമ്പോൾ അവർക്കായിട്ടുള്ള ഒരു ഡിസ്കൗണ്ട്. ഇപ്പോൾ ആമസോണിലാണെങ്കിൽ ആമസോണിലായിട്ടൊരു ഡിസ്കൗണ്ട് അവർ വെക്കണം. അതൊന്നും ഇന്നുവരെ കണ്ടിട്ടില്ലല്ലോ. എപ്പോഴും ഇവരുടെ ആപ്പിലാണ് ഡിസ്കൗണ്ട് കണ്ടിരിക്കുന്നത്. ഒരുവിധം ചിലപ്പോൾ ബൈ 1 get 1 ഉണ്ടാവും, ചിലപ്പോൾ 10% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളിപ്പോൾ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെക്കണം. ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജസ് വരും, ഇത്ര % ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ, ഇത് മേടിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഇത് ഫ്രീ ഇട്ടാന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിനെന്ത് ചെയ്യണം, ആപ്പ് ഡൗൺലോഡ് ചെയ്തേ പറ്റുള്ളൂ. അതിന് ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അത് ത്രൂ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് വെച്ചോ. അപ്പോൾ നമുക്ക് ഏതൊക്കെ ഓഫേഴ്സ് വരുന്നത് കാണാം. ഇനിയിപ്പോൾ അങ്ങനെയൊന്നും ഓഫേഴ്സ് വരുന്നില്ല, പെട്ടെന്നെങ്കിൽ നമുക്കത് മേടിക്കണം, ഇത് തന്നെയല്ല ഏതൊരു ഐറ്റം മേടിക്കണം എന്ന് വെച്ചാൽ സ്ക്രീനിൽ കോഡ് ഉണ്ട്. ആ കോഡ് വെച്ചിട്ട് നമുക്ക് 10 അല്ല ഒരു 20% ഒക്കെ ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ എല്ലാത്തിനും ഡിസ്കൗണ്ട് ഉണ്ട്. ഇനി ഇത് കൂടാണ്ട് ഇപ്പോൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്തുള്ള ഷോപ്പിലൊക്കെ ഇത് കിട്ടും കേട്ടോ. എവിടെ വേണമെങ്കിലും നോക്കിയാലും ഇപ്പം മാമർത്ത് തന്നെയാണ്. അപ്പോൾ ഓഫ്ലൈൻ പോയി കഴിഞ്ഞാൽ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ഇവിടെ കാണുന്ന ഈ MRP പ്രൈസിൽ ഇതങ്ങനെ തന്നെ കൊടുക്കേണ്ടി വരും കേട്ടോ. ആ പ്രൈസിൽ ഒരു ഡിസ്കൗണ്ട് പോലും അവർ ചെയ്ത് തരാറില്ല. ഡിസ്കൗണ്ട് വേണമെന്നോ അപ്പോൾ ഇവരുടെ മാമർത്തിൻ്റെ ആപ്പ് അല്ലെങ്കിൽ വെബ്സൈറ്റിൽ പോകേണ്ടി വരും. അപ്പോൾ ഇതാണ് മെയിൻ എഫക്റ്റീവ് ആയിട്ടുള്ള സംഭവം കേട്ടോ. നമ്മളിപ്പോൾ കാണിച്ചു തരുന്നത് അത്രയും നമ്മുടെ സ്കിന്നൊക്കെ പറയുമ്പോൾ നമ്മളെന്നല്ല ഞാൻ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ അധികം മേക്കപ്പ് ചെയ്യാറില്ല. ലിപ്സ്റ്റിക് ഇടും, കണ്ണെഴുതും. ഇത് രണ്ടുമാണ് എൻ്റെ മെയിൻ സംഭവം എന്ന് പറയുന്നത്. മേക്കപ്പിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അല്ലാണ്ട് വേറെ മേക്കപ്പിൻ്റെ കാര്യത്തിലൊന്നും. കാരണം നമ്മളെപ്പോഴും ട്രാവലിംഗ് ആണ്, എപ്പോഴും ഓരോ സ്ഥലത്ത് ഷൂട്ടിന് പോകുന്നത് കൊണ്ട് ഈ മേക്കപ്പൊക്കെ ചെയ്ത് നടക്കാമെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് ഭയങ്കര എഫക്റ്റീവാണ്. അപ്പോൾ എപ്പോഴും സ്കിൻ കെയറിലേക്ക് ഫോളോ ചെയ്യുക, നല്ല നല്ല ഫുഡുകൾ കഴിക്കുക, വെള്ളം ധാരാളം കുടിക്കുക, ഇതുപോലെ പുറത്തേക്കുള്ള ആവശ്യമുള്ള നല്ല നല്ല സംഭവങ്ങളൊക്കെ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മുടിയിലൊക്കെ നല്ല നല്ല പ്രോഡക്റ്റ്സൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് വീഡിയോ, നല്ല എഫക്റ്റ് കിട്ടിയിട്ടുണ്ട്. എൻ്റെ മോൾക്കും നല്ല എഫക്റ്റ് ആണ്. പിള്ളേർക്കും ഞാൻ മാമർത്തിൻ്റെ തന്നെയാണ് കേട്ടോ ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കണത്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്യുകയാണെങ്കിലില്ലേ അത് ഒരു ട്രീ ആയി മാറ്റും. ഇവരുടെ വെബ്സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ആപ്പിൽ നിന്ന് ഓർഡർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പേരിലൊരു ട്രീ എന്ന് വെച്ചാൽ 2025 ഇപ്പോൾ 24 ആയില്ലേ, 2025 1 million ട്രീസ് ഉണ്ടാവണം എന്നുള്ളതാണ് അവരുടെ മെയിൻ ഗോൾ എന്ന് പറയുന്നത്. നാച്ചുറാലിറ്റി കീപ്പ് ചെയ്യുക എന്നുള്ളത് അത് വലിയൊരു സംഭവം തന്നെയാണ് കേട്ടോ. നമ്മളിപ്പോൾ ഓർഡർ ചെയ്യുമ്പോൾ നമ്മളിൽ ത്രൂ ഒരു ചെടിയൊക്കെ നട്ടുപിടിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു സംഭവം തന്നെയാണ്. അല്ലാണ്ട് നമ്മളൊക്കെ എവിടെ ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കുന്നു, വെള്ളം ഒഴിച്ച് നോക്കണം, കുറേ കാലം കഴിയുമ്പോൾ അതൊന്നും ഒന്നും ഇല്ലാണ്ടോ. പക്ഷേ നമ്മുടെ എർത്തിന് ആ ഒരു ഗ്രീനറി അത് നിലനിർത്തുന്നു കൊണ്ടുപോകുന്നുണ്ട്. വിഷയം എവിടേക്കൊക്കെ എത്തിയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ മാമ എർത്തിൻ്റെ അലോവേര ജെല്ലിൻ്റെ ഫേസ് വാഷ്. ബെസ്റ്റ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ടിൽ ദെൻ ബൈ.